സുചിത്രയ്ക്ക് എന്തെങ്കിലും ഒരു കുറവ് കണ്ടിട്ടുണ്ടെങ്കിൽ വിപിന് ഒറ്റ കാര്യമുള്ളൂ, സുചിത്രയുടെ ആ കുറവിനെ നികത്തണം. കാരണം എന്താ, ഈ ഒരു സ്ത്രീയുമായിട്ട് എനിക്കൊരു ഉടമ്പടിയുണ്ട്. ഈ ഉടമ്പടിയുടെ വ്യവസ്ഥ ദൈവം വെച്ചിരിക്കുന്നത്, ആ ഉടമ്പടിയിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അതിന് പിന്നോക്കമില്ല, പിന്നോട്ട് പോകുന്നില്ല. അത് ആജീവനാന്തരം അല്ലെങ്കിൽ ആജീവനാന്തം ഇത് നിലനിർത്തേണ്ട ഉത്തരവാദിത്തം ആ ഉടമ്പടി എടുത്ത ആൾക്കുണ്ട്. അപ്പോൾ ദൈവമായിട്ടുള്ള ഉടമ്പടി കാണിക്കുവാനാണ്, ദൈവമായിട്ടുള്ള ആ ഉടമ്പടിയുടെ നിഴലാണിത്. ദൈവം ഇതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് ദൈവമായിട്ടൊരു ഉടമ്പടി ഉണ്ടോ? ദൈവം എന്തിനാണ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നത്? ഉടമ്പടി പ്രകാരമല്ലാത്ത ഒരു പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. കാരണം എന്താ? ഇതേപോലെ തന്നെ. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഈ പുതിയ ഉടമ്പടി, പഴയ ഉടമ്പടി, പഴയ നിയമം പുതിയ നിയമം എന്നല്ല പറയുന്നത്. ആക്ച്വലി ദ വേർഡ് ഈസ് ന്യൂ കവനന്റ് ആൻഡ് ദി ഓൾഡ് കവനന്റ് എന്നാണ്. അപ്പോൾ ആ കവനന്റിൽ കയറുന്നവർക്കാണ് കവനന്റിലെ വ്യവസ്ഥകൾക്ക് അതിന്റെ ബെനിഫിറ്റ് ലഭിക്കുന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഈ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഉടമ്പടിയിലുള്ള വ്യവസ്ഥകൾക്ക്. ഇപ്പൊ ഞാൻ ഈ രണ്ടുപേരും വിവാഹം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ കഴിപ്പിക്കുമ്പോൾ ഞാൻ അല്ല ചെയ്യുന്നത്, കർത്താവാണ് ചെയ്യുന്നത്. ഞാൻ അതിന് ഒരു ഫെസിലിറ്റേറ്റർ മാത്രമാണ്. ഞാനിത് വിവാഹത്തിന് വേണ്ടി ഞാൻ മുന്നോടിയായിട്ട് ഇവരെ മുന്നോട്ട് വിളിച്ച് ഉടമ്പടി അവർ തമ്മിൽ എടുക്കുമ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇനി മുതല് വിപിന്റെ എല്ലാ സമ്പത്തിനും, വിപിന്റെ കയ്യിൽ എന്തെല്ലാം പണമുണ്ടോ, വിപിന്റെ കയ്യിൽ എന്തെല്ലാം ആസ്തിയുണ്ടോ, ഇതിനെല്ലാത്തിനും ഇതിന്റെ കൂട്ടവകാശി ആരാണെന്നറിയാമോ? ഉടമ്പടിയിൽ ചേർന്ന വ്യക്തിക്കാണ്. ഞാൻ പറഞ്ഞ എത്ര മനസ്സിലായി? അപ്പോൾ ഇതാണ് ഉടമ്പടിയുടെ ആ വലിയൊരു മർമ്മം എന്ന് പറയുന്നത്. അവിടെ ഈ പേര് പോലും അവിടെ എന്ത് ചെയ്യും? പേര് പോലും ഇനി സുചിത്രയെ വിളിക്കാൻ പോണ സുചിത്ര എം എന്നല്ല. സുചിത്ര ഞാനിവിടെ വിവാഹ രജിസ്റ്റർ ചെയ്തപ്പോൾ സുചിത്ര എം എന്ന് കണ്ടു. സുചിത്രയ്ക്ക് പകരം സുചിത്ര വിപിൻ ജോസ് എന്നായിരിക്കും ഇനി വിളിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനെന്താ കാര്യം അറിയാമോ? ആ പേര് പോലും നമ്മൾ പരസ്പരം അവിടെ ചേർത്ത് ആ പേരെന്ത് ചെയ്യും? പേര് നമ്മുടെ കൂടെ ചെയ്യും. ഇതുപോലെ തന്നെയാണ് ദൈവമായിട്ട്. നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ അബ്രഹാമിന്റെ ഉടമ്പടി പോലെ, അബ്രഹാമിന്റെ ഉടമ്പടി എങ്ങനെയാണ് അറിയാമോ? അബ്രഹാം എന്നുള്ള പേര് അബ്രഹാം ആക്കിയത് എന്തിനാണ് അറിയാമോ? ഹാം, യഹോവയുടെ പേര് ആ ഹാ അവിടെ ചേർത്തിട്ട് പറയാണ്, എന്റെ പേര് നിന്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നിന്റെ കൂടെയുണ്ട്. ഇപ്പൊ സുചിത്രയുടെ കൂടെ വിപിൻ ജോസ് പേര് ചേർക്കുമ്പോ എന്താ പറ്റുന്ന അറിയാമോ? അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? എന്റെ കൂടെ വേറൊരാളുണ്ട്, തൊട്ട് കളിക്കരുത്. ഞാൻ പറഞ്ഞു മനസ്സിലായ? എന്നെ തൊട്ട് കളിക്കരുത്, കാരണം എന്റെ കൂടെ വേറൊരാളുണ്ട്. ദൈവമായിട്ട് ഇതുപോലെ തന്നെയാണ്. നമ്മൾ ഇപ്പൊ യേശു ക്രിസ്തുവിന്റെ നാമം നമുക്ക് ദൈവം നൽകിയിരിക്കുകയാണ്. ഈ നാമത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? യേശുവിന്റെ നാമം എന്റെ കൂടെയുള്ളത്. ഞാൻ ദൈവമായിട്ട് ഉടമ്പടി വെച്ചതുകൊണ്ട്, യേശുവിന്റെ നാമം എന്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് യേശുവിന്റെ നാമത്തിൽ എനിക്ക് എന്തും ചോദിക്കാം. എന്റെ കൂടെ ഒരുവനുണ്ട്. ഞാൻ പറഞ്ഞത്ര മനസ്സിലായി? ആ ഒരുവൻ എന്ന് പറഞ്ഞ ആരാണ്? സാക്ഷാൽ കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുമായിട്ടുള്ള ഉടമ്പടിയില് ഞാൻ ഉടമ്പടിയിൽ ചേരുകയാണ്. ഞാൻ വാസ്തവത്തിൽ ദൈവമായിട്ട് ഉടമ്പടി വെക്കുന്നത് ക്രിസ്തുവിൽ ചേരുമ്പോഴാണ്. അതിനാണ് ഞാൻ സ്നാനപ്പെട്ടതൊക്കെ. സ്നാനപ്പെട്ടതോട് പറയുന്ന വചനം പറയുന്നത്, സ്നാനപ്പെടുന്നത് ഉടമ്പടിയോട് ക്രിസ്തുവോട് ചേരുവാനാണ് സ്നാനപ്പെട്ടത്. ആ സ്നാനപ്പെടുന്നതിന്റെ അർത്ഥം മനസ്സിലായപ്പോൾ, സ്നാനപ്പെടുന്നത് എന്ന് പറയുന്നത് ആ ക്രിസ്തുവുമായിട്ടുള്ള ഉടമ്പടി ചേരുവാനാണ്. അപ്പോൾ ദൈവമായിട്ട് ആ ഒരു ചർച്ചയിൽ നമ്മൾ ആ ചേർന്ന് കഴിയുമ്പോൾ ഉടമ്പടിയിൽ എന്തെല്ലാം വ്യവസ്ഥകൾ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം എനിക്കുമുള്ളതാണ്. ഇതാണ് അതിന്റെ ഏറ്റവും വലിയ സംഭവം. നമുക്ക് ഇതേ നമ്മളിവിടെ കാണുന്നത് തന്നെ, ഇൻക്ലൂഡിംഗ് ദ നെയിം, ഇൻക്ലൂഡിംഗ് ഹിസ് അസറ്റ്സ്, എല്ലാം എന്തെല്ലാം ഉണ്ടോ അതെല്ലാം സുചിത്രയ്ക്കും ഇനി അത് എൻജോയ് ചെയ്യാൻ അങ്ങനെ ഒരു വ്യവസ്ഥ ഈ ഉടമ്പടിയിലൂടെ കിട്ടുകയാണെങ്കിൽ, ദൈവവുമായിട്ട് ഉടമ്പടിയിൽ ആരെല്ലാം ചേരുന്നു അവർക്കെല്ലാം ദൈവത്തിന്റെ സകല കാര്യങ്ങൾക്കും എന്തുണ്ട്? ഒരു ഓഹരിയുണ്ട്, നമുക്കതിന്റെ പങ്കുണ്ട്. അപ്പൊ കർത്താവ് നമ്മളെ വിളിക്കുന്നത് അവന്റെ അവകാശത്തിൽ നമ്മളെ പങ്കുകാരാക്കുവാൻ വേണ്ടിയാണ്. എഫീസറിന്റെ 1-ാം അധ്യായത്തിന് എഫീസർ 1:17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനുള്ള പ്രത്യേകമായിട്ട് 18-ാം വാക്യത്തിൽ പറയുന്നത് അവന്റെ നമുക്കുള്ള അവകാശത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് കിട്ടാനുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. നമ്മൾ എന്താണ് കർത്താവ് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്? ഈ പ്രപഞ്ചം മുഴുവനും, ഈ സൃഷ്ടി കൃത്യം ദൈവം ചെയ്തതെല്ലാം നമുക്ക് വേണ്ടിയാണെന്നുള്ള ദൈവം കാണിച്ചിട്ട് പറയുന്നതെല്ലാം ആർക്കു വേണ്ടിയാണെന്നറിയോ? നിനക്ക് വേണ്ടിയാണ്. പക്ഷെ എന്തൊരു കാര്യമുണ്ട്, നീയും ഞാനുമായിട്ട് ഉടമ്പടി ഉണ്ടെങ്കിൽ ആ ഉടമ്പടിയിൽ ചേർന്നവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് ഈ ഉടമ്പടിയിൽ നമ്മൾ അതിന്റെ ഭാഗവാക്കുകളാകണോ വേണ്ടേ എന്ന് നമുക്ക് തീരുമാനിക്കാം.
ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അതിപ്പോ പറയുമ്പോൾ ആരുടെ മുകളിൽ ദൈവം അടിച്ചേൽപ്പിക്കുന്നതല്ല. എനിക്കും നിങ്ങൾക്കും അത് സ്വയമേധ അല്ലെങ്കിൽ വോളണ്ടറി ആയിട്ട് തീരുമാനം എടുക്കാവുന്ന ഒരു വസ്തുതയാണ്. അപ്പോൾ ഞാനിപ്പോ എടുക്കുകയാണ്, കർത്താവ് എനിക്ക് ദൈവമായിട്ട് എനിക്ക് ആ ചേരണം, അല്ലെങ്കിൽ ആ കർത്താവിന്റെ ഉടമ്പടിയിൽ എനിക്ക് ചേരണമെന്ന് തീരുമാനിക്കുന്നത് അത് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു തീരുമാനമാണ്. ഇതുപോലെ തന്നെയാണ് ഇവര് വ്യക്തിപരമായിട്ടുള്ള തീരുമാനം, ആരുടെ സമ്മർദ്ദം കൂടാതെ അവര് സ്വയമേധ എടുത്ത് പല അസിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ കൂടിക്കാഴ്ച നടത്താൻ വേണ്ടി കുറെ പേര് എന്റെ മിഡിൽ മാനായിട്ട് നിന്നിട്ടുണ്ടാവും. പക്ഷെ അവരുടെ തീരുമാനം, അവരുടെ സ്വയമേധ അവരെടുത്ത തീരുമാനമാണ്. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, ഈ മണവാട്ടി കാണിക്കുന്നത് പരിശുദ്ധമായിട്ടുള്ള ദൈവത്തിന്റെ വിശുദ്ധിയാണ്. ഹല്ലേലൂയ. ഇത് പലരും നമ്മൾ ചിന്തിക്കുന്നത്, ഈ സാധാരണ ഈ മണവാട്ടികളൊക്കെ വെള്ള വസ്ത്രമുള്ളൂ. ഞാനോട് പലരും ചോദിക്കുന്നത്, ചുവന്ന വസ്ത്രം ഇട്ടാൽ പോലെ, നീ വേറെ എന്തെങ്കിലും വസ്ത്രം ഇട്ടോ? സാധാരണ കല്യാണത്തിന് വെള്ള വസ്ത്രം ഇടുന്നു. വെള്ള വസ്ത്രം കാണിക്കുന്നത് വേറെ ഒന്നുമല്ല, ഞാൻ പരിശുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ വിശുദ്ധയായിട്ടുള്ള ഒരു സ്ത്രീയാണ്, ഞാൻ കലർപ്പില്ലാത്തതാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായി? ദൈവമായിട്ട് ഇതേ ഒരു സമ്പ്രദായം ദൈവം നമ്മളോട് ആഗ്രഹിക്കുകയാണ്. ദൈവം നമ്മളെ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ മണവാളനും സഭ മണവാട്ടിയുമാണ്. അപ്പൊ എത്രമാത്രം നമ്മൾ മറ്റ് ദൈവങ്ങളെ, വേറെ അന്യ ദൈവങ്ങളെ ആശ്രയിക്കാതെ സത്യദൈവമായിട്ടുള്ള ഏക ദൈവത്തിൽ മാത്രം ആശ്രയിച്ച്, എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് അന്യ ദൈവങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ദൈവങ്ങൾ എനിക്കും ജീവിതത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പണം ഒരു ദൈവമാണ്, നമ്മുടെ പ്രയോറിറ്റീസ്, ചിലപ്പോൾ നമ്മുടെ മക്കൾ നമ്മുടെ ദൈവമോ, അല്ലെങ്കിൽ നമുക്ക് വേറെ ഇഷ്ടംപോലെ വിനോദങ്ങൾ നമ്മുടെ ദൈവമാകാം, നമ്മുടെ ജോലി ദൈവമാകാം. പലപ്പോഴും വിശ്വാസികളുടെ ദൈവങ്ങൾ ഇഷ്ടംപോലെ, ഞാൻ ഉൾപ്പെടെ ഞാൻ പറയണം, നമുക്ക് ഇഷ്ടംപോലെ അനേകം ദൈവങ്ങൾ. നമുക്ക് പണം ചിലപ്പോൾ ദൈവമാണെങ്കിൽ നമ്മൾ പണത്തിന് വേണ്ടി എന്തും ചെയ്യും. നമുക്ക് പണമാണ് പ്രയോറിറ്റി, ജോലിയാണ് പ്രയോറിറ്റി. അപ്പോൾ ഇതൊക്കെ നമുക്ക് ദൈവങ്ങളായി തീരാം. എന്നാൽ നമ്മുടെ ദൈവം, നമ്മുടെ സർവശക്തനായ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? അതിനെല്ലാം വിട്ട് എല്ലാറ്റിനും ഉപരിയായിട്ട് കർത്താവിനെ സ്നേഹിക്കുക എന്നതാണ്. അതാണ് നമുക്കുള്ള കൽപ്പന. ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന നീ നന്നായിട്ട് ജീവിക്കണമെന്നല്ല, നീ നന്നായിട്ട് ജീവിക്കുക. അത് ബൈബിളിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നീ നന്നായിട്ട് ജീവിച്ചാൽ നിനക്ക് കൊള്ളാം, നീ ഒന്നിനെ ആരെയും ഉപദ്രവിക്കായിട്ട് ജീവിച്ചാൽ നീ സ്വർഗത്തിലെത്തും, ഇല്ല, പറഞ്ഞിട്ടില്ല. പറഞ്ഞിരിക്കുന്ന കൽപ്പന ഇതാണ്: നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക എന്നതാണ് നമുക്ക് തന്നിരിക്കുന്ന കൽപ്പന. അപ്പോൾ നമ്മൾ ആ കൽപ്പന പാലിക്കണമെങ്കിൽ കർത്താവ് എൻ്റെ ഉള്ളിൽ വരണം. കർത്താവ് എൻ്റെ ഉള്ളിൽ വന്നില്ല എങ്കിൽ എനിക്ക് കൽപ്പന പാലിക്കാം. കാരണം എൻ്റെ സ്വന്തം ശക്തി കൊണ്ടോ, എൻ്റെ സ്വന്തം യുക്തി കൊണ്ടോ, എൻ്റെ സ്വന്തം തീരുമാനം കൊണ്ടോ എനിക്ക് ദൈവത്തെ സ്നേഹിക്കാനാവില്ല. ഞാൻ കർത്താവിനെ സ്നേഹിക്കണമെങ്കിൽ എൻ്റെ ഉള്ളിൽ ഒരുവൻ വരണം. അവൻ്റെ പേര് യേശു എന്നാണ്. ഞാൻ പറയട്ടെ, ഞാൻ ഉഴപ്പി നടന്നൊരു വ്യക്തിയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ എനിക്കറിയില്ല. ഞാൻ തോന്നിയാസം കണ്ടു. ഞാൻ വളരെയധികം മോഡേൺ ആയിട്ടുള്ള രീതിയിൽ പല രീതിയിലുള്ള മൈക്കിൾ ജാക്സണും അവതൂമിനും പാട്ടും കൂത്തെല്ലാം കേട്ട് കുറെ പണം വീട്ടിലുണ്ടായിരുന്നു. അതെല്ലാം എങ്ങനെയെങ്കിലും ചെലവഴിക്കണം എന്നുള്ള ഒറ്റ ചിന്ത എനിക്കുണ്ടായിരുന്നുള്ളൂ. എന്നാൽ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇതുകൊണ്ടൊന്നും നമുക്ക് കർത്താവിന്റെ പ്രീതി ലഭിക്കുകയില്ല. ഒരാളെന്നോട് കർത്താവിനെ പങ്കുവയ്ക്കുവാനാണ് ഇടയായി. ഞാൻ കോളേജ് 22 വയസ്സ് പ്രായമുള്ളപ്പോൾ കോളേജിൽ വെച്ച് ഞാൻ ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്തായിരുന്നു. ഞാൻ അവിടെ പല രീതിയിലുള്ള എല്ലാ മദ്യവും എല്ലാം ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലാത്തിൻ്റെ മധ്യത്തിൽ ഞാൻ എൻ്റെ കൈ കർത്താവിൻ്റെ കണ്ണിലേക്ക് ഉയർത്തിയിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവെ, എനിക്ക് അങ്ങേ വേണം, എനിക്ക് സമാധാനം വേണം, എനിക്ക് ആ സന്തോഷവും ആ ഒരു സ്നേഹവും എനിക്ക് അനുഭവിക്കണം എന്ന് പറഞ്ഞ് അന്നത്തെ രാത്രി എൻ്റെ കർത്താവ് എൻ്റെ ഹൃദയത്തിനുള്ളിൽ വന്നു. എന്നെ ആരും എന്നോട് പറഞ്ഞില്ല, ഇത് വൃത്തിയോടെല്ലാം കളയാൻ. എൻ്റെ അമ്മ പറഞ്ഞില്ല, എൻ്റെ അപ്പം പറഞ്ഞില്ല, ആരും പറഞ്ഞില്ല. കാരണം എന്താ? സർവശക്തനായ ദൈവം നമ്മൾ വിളിച്ച ഒരു വെളിപ്പാട് അരയാണ്. അവൻ ആര് വിളിച്ചാലും അവരുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ നമ്മൾ തയ്യാറാണ്. അന്ന് ഞാൻ ഓർക്കുന്നു, അന്ന് എൻ്റെ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തു എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഹൃദയത്തിലേക്ക് കയറി വന്നപ്പോൾ എൻ്റെ ജീവിതം മാറിപ്പോയി. പിന്നെ ആരും എന്നോട് പിന്നെ അവിടെ മദ്യമുണ്ട്, മയക്കമരുന്നുണ്ട്, അവിടെ മോശമായിട്ടുള്ള കൂട്ടുകെട്ടുണ്ട്, അവിടെ നിന്ന് പോകണ്ടെന്ന് എന്നോട് ആരും പറഞ്ഞില്ല. ആരും പറയാൻ തന്നെ ഇല്ല. ഞാൻ ഇവിടുന്ന് ഒരു 200 കിലോമീറ്റർ അകലെ ഞാൻ പഠിക്കുന്നു. ആരും പറയാനില്ല. പക്ഷെ എൻ്റെ ദൈവം എൻ്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ വിശുദ്ധി എന്താണെന്ന് ദൈവം എന്നെ കാണിച്ചത്. ഞാൻ പിന്നെ അവിടെ ഒന്നും ഞാൻ പിന്നെ പോയിട്ടില്ല. അന്ന് ഞാൻ മദ്യം നിർത്തിയതാണ്. പിന്നെ മദ്യം ഞാൻ കഴിക്കത്തില്ല. ഇടയ്ക്ക് അത് കഴിഞ്ഞൊരു സമയത്ത് ബിയറാണ് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കർത്താവിനോട് പറഞ്ഞ, മോനെ, നീ പരിശുദ്ധനായിട്ടുള്ള ദൈവത്തിന്റെ മകനാണ്, വിശുദ്ധി നീ കാസൂഷണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് നിർത്തി. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? വിശുദ്ധിയാണ് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന വിശുദ്ധിയാണ്.
അപ്പൊ ഇന്ന് നമ്മൾ ഈ വിവാഹം കാണുന്ന എല്ലാം എന്താണെന്ന് അറിയാമോ? ഒരു വിശുദ്ധനായിട്ട്. അതാണ് ഈ സാധാരണ രീതിയിൽ ഒരു ആണും പെണ്ണും കൂടെ വരുമ്പോൾ വേറെ എത്ര പെണ്ണുങ്ങളെ നീ സ്നേഹിച്ചിട്ടുണ്ടോ അങ്ങനത്തെ വിഷയമൊന്നും ഇല്ല. കാരണം എന്താ? ഒറ്റ കാര്യം നമുക്കറിയാം, വിവാഹം വിശുദ്ധ വിവാഹമാണ്. നീ വേറെ എത്ര ആണുങ്ങളെ നേരത്തെ അവരുമായിട്ട് ജീവിച്ചിട്ടൊന്ന് ചോദ്യം പോലും ഇല്ല. കാരണം എന്താ? ഇന്ന് നമ്മളുടെ മധ്യത്തിൽ, നമ്മുടെ സംസ്കാരത്തിൽ ഒരു വലിയൊരു ഇതുണ്ട്, ഇപ്പൊ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയട്ടെ, ഈ വിശുദ്ധി എന്നുള്ളത് ആ ദൈവത്തിന്റെ ആ ഒരു കന്യകയാകണം എന്നുള്ള ഒരു പുരുഷന്റെ ആഗ്രഹവും, ഒരു പുരുഷൻ കന്യകയാകണം എന്ന ഒരു സ്ത്രീയുടെ ആഗ്രഹവും എല്ലാം അത് ദൈവികമാണ്. കാരണം വചനപ്രകാരമുള്ളതാണ്. ഇതെല്ലാം ഇന്ന് എറോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ സംസ്കാരം. അപ്പൊ രണ്ടാമത്തെ കാര്യം വിശുദ്ധി കാണിക്കുക. മൂന്നാമത്തെ കാര്യം, ഇനി വരാൻ പോകുന്ന ഒരു കല്യാണത്തിന്റെ ഒരു നിഴൽ കൂടിയാണ്. ഇന്ന് ഇവിടെ നമ്മൾ നടക്കുമ്പോൾ ഞാൻ പറയട്ടെ, ഇതൊരു ഡ്യൂപ്ലിക്കേറ്റ് വിവാഹമാണ്. ശരിക്കുള്ള വിവാഹം കർത്താവായ യേശുക്രിസ്തുവും സഭയുമായിട്ട്, സഭ നമ്മളാണ് കേട്ടോ, വേറെ ആരുമല്ല, നമ്മളാണ്. അപ്പോൾ നമ്മളും യേശുക്രിസ്തുവുമായിട്ടുള്ള ആ വലിയൊരു വിവാഹത്തിന്റെ ഒരു നിഴലായിട്ടാണ് ഇന്ന് നമ്മളിവിടെ കാണുന്ന ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ്. അത് എന്നോട് ക്ഷമിക്കണം, ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി വേറെ ഒന്നും ചിന്തിക്കരുത്. ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഇതെല്ലാം ഒരു കാണിക്കുന്നത് ആ ഒരു കല്യാണത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു വിവാഹത്തിന്റെ നിഴലായിട്ടാണ്. അപ്പൊ നമ്മൾ അതിന്റെ ഇനാക്ഷൻ, ഡ്രസ് റിഹേഴ്സൽ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഡ്രസ് റിഹേഴ്സൽ ചെയ്യുമ്പോൾ നമ്മൾ പറയുകയാണ്, എന്റെ യേശുവേ, അങ്ങാണ് എന്റെ പ്രാണനാഥൻ, 10,000-ങ്ങളെക്കാൾ സുന്ദരൻ, 10,000-ങ്ങളെക്കാൾ ശ്രേഷ്ഠൻ നീയാണ്. ഞാൻ എല്ലാവരെയും ഞാൻ ഒരു പുരുഷനെ ഞാൻ തേടി, ഞാൻ കണ്ടെത്തിയില്ല. എന്നാൽ ഞാൻ കണ്ടെത്തിയപ്പോൾ അവൻ ഏറ്റവും സുന്ദരനായിരുന്നു. ആരാണ്? കർത്താവായ യേശുക്രിസ്തു. 10,000-ങ്ങളെക്കാൾ ശ്രേഷ്ഠൻ. നമ്മൾ ഇത് കാരണത്താലാണ് ഇന്ന് ഈ ലോകത്തിലുള്ള സകല പുരുഷന്മാരും സകല സ്ത്രീകളും ആ മോഡലായിട്ടുള്ള ഒരു ഒത്ത ഒരു പുരുഷനെ എല്ലാവരും തേടിക്കൊണ്ടിരിക്കുക. സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരും തേടിക്കൊണ്ടിരിക്കുക. ഞാൻ കാണിച്ചു തരട്ടെ. നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ എന്തുകൊണ്ടാണ് ഹീറോയിന് കൈയടിക്കണം? നമ്മുടെ ഉള്ളിൽ, എല്ലാവരുടെ ഉള്ളിൽ ആ ഒരു വ്യഗ്രതയുണ്ട്. ഐ വോണ്ട് ടു ഫൈൻഡ് ഔട്ട്, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു പുരുഷൻ എനിക്ക് കണ്ടെത്തണം. സ്ത്രീ ഒരിക്കലും അത്രയും എത്തൂല. സ്ത്രീ ഹീറോയിൻസ് നല്ലതല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇന്ന് ലോകം മുഴുവൻ നോക്കുമ്പോൾ ഒരു ഹീറോയിന് വേണ്ടിയുള്ള ഒരു വ്യഗ്രത നമുക്ക് എല്ലാ ഇടങ്ങളിലും കാണാൻ പറ്റും. എന്തിനാണെന്നറിയാമോ? നമ്മുടെ ഉള്ളിൽ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, ദൈവം വെച്ചിരിക്കുന്ന സോഫ്റ്റ്വെയർ ഉണ്ട്. There is one who is coming. He is the hero of all. His name is Jesus. അവന്റെ പേര് യേശു എന്നാണ്. ആ യേശുവിന് വേണ്ടിയുള്ള ഒരു ആ അന്വേഷിക്കുക. അതാണ് നമുക്ക് പലതും സംതൃപ്തി ഇല്ലാത്തത്. ഇന്ന് ഒരാളോട് ചോദിക്കുകയാണ്, നീ സംതൃപ്തനാണോ? അല്ല, ഞാൻ എന്തിനൊക്കെ തേടിക്കൊണ്ടിരിക്കുക. ഐ എം സെർച്ചിങ് ഫോർ സംതിങ്. ഐ ആം നോട്ട് റിയലി സാറ്റിസ്ഫൈഡ്. ഐ ആം സെർച്ചിങ് ഫോർ സംതിങ്. എന്തിനോ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല. ഏത് ദൈവത്തെ വിശ്വസിക്കാത്തവരോട് ചോദിച്ചാലും അവൻ എന്തിനാ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ അതിന്റെ പിന്നിൽ ഒരു കാര്യമുണ്ട്. ദൈവം നമ്മുടെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഒരു വസ്തുതയുണ്ട്. നീ അന്വേഷിക്കുന്നത് വേറെ ആരെയുമല്ല, നീ അന്വേഷിക്കുന്നത് നിന്റെ പ്രാണനാഥനെയാണ്. 10,000-ങ്ങളെക്കാളും ശ്രേഷ്ഠനായ യേശുവിനെയാണ്. അപ്പോൾ ആ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ട്, ഒന്ന് ഉടമ്പടിയെ കുറിച്ച് പറഞ്ഞു, രണ്ടാമത് വിശുദ്ധിയെ കുറിച്ച് പറഞ്ഞു, മൂന്നാമത്തെ കാര്യം ഇന്ന് കർത്താവായ യേശുക്രിസ്തുവുമായിട്ട് നടക്കുവാനുള്ള ആ വലിയ വിവാഹത്തിന്റെ നിഴലാണ് നമ്മൾ ഇന്നിവിടെ അനുഷ്ഠിക്കുന്നത്. ഒരു ഡ്രസ് റിഹേഴ്സലാണ് അനുഷ്ഠിക്കുന്നത്. ഇതോടെ നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഓരോരുത്തർക്ക് സമർപ്പിക്കാം. ഐ ബ്ലെസ് വിപിൻ ആൻഡ് സുചിത്ര, ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ രണ്ടുപേർക്കും ദൈവം ഏറ്റവും നല്ലത് നൽകട്ടെ. നിങ്ങളുടെ ജീവിതം ആസ്വദിക്കുവാനുള്ളതാണ്. നിങ്ങളുടെ വിവാഹ ബന്ധം ആസ്വദിക്കുവാനാണ് ദൈവം നൽകിയിരിക്കുന്നത്. ക്രിസ്തുവിനെ ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഒരു കാര്യം പറയാം, ക്രിസ്തുവിനെ ആസ്വദിക്കണമെങ്കിൽ മറക്കരുത്, ബൈബിൾ എടുത്ത് എന്ത് ചെയ്യണം. ഇല്ലെങ്കിൽ പലപ്പോഴും മടുപ്പ് വരും. പലപ്പോഴും വിവാഹ ജീവിതം കോംപ്രമൈസ് ആയി തീരും. കോംപ്രമൈസ് അല്ല, നമ്മൾ അന്യോന്യം കൊടുക്കുവാനുള്ള വേദിയാണ്. പിടിക്ക് വാങ്ങുവാനുള്ള വേദിയല്ല, കൊടുക്കുവാനുള്ള വേദിയാണ്. അപ്പോൾ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഈ വചനപ്രകാരം, when you read this is a manual for wedding, വിവാഹത്തിന്റെ മാനുവലാണത്. അവിടെ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് ദൈവം പകർന്നു തരുമ്പോഴേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഒന്നും കൊടുക്കാനുണ്ടാവില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ദൈവം സ്നേഹം നമുക്ക് തരാൻ തയ്യാറാണെങ്കിൽ, സ്നേഹം സുചിത്ര വാങ്ങേണ്ടത് പ്രധാനമായിട്ട് എവിടെ നിന്നാണ് അറിയാമോ? വിപിന്റെ കയ്യിൽ നിന്നല്ല. നിരാശ വരും. പലപ്പോഴും വിപിന് ആ ഒരു തരത്തിൽ തരാൻ പറ്റില്ല, ആഗ്രഹിക്കുന്ന പോലെ തരാൻ പറ്റില്ല. അതുപോലെ തന്നെ വിപിനും വിപിൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സ്നേഹം ചിലപ്പോൾ ഒരുപക്ഷെ തരാൻ പറ്റില്ല. തരാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്, കർത്താവായ യേശുക്രിസ്തുവിൻ സ്രോതസ്സാണ്.
അവനാണ് സോഴ്സ്, ഹീസ് എ ഉറവിടം, അവൻ ഉറവിടമാണ്. അവിടുന്ന് എല്ലാം നമുക്ക് ആ നിറവിൽ നിന്ന് നമുക്ക് നൽകുവാൻ ഒരുവനെ സാധിക്കുകയുള്ളൂ, കർത്താവായ യേശു ക്രിസ്തു. ഞാനിത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഞാൻ മുന്നോട്ട് വിളിക്കുക. ഒരു രണ്ടു കാര്യം ഞാൻ പറഞ്ഞിട്ട് നിങ്ങളോട് വിളിക്കാം. അപ്പൊ ഇന്ന് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. നമുക്കൊരു ഗാനം കഴിഞ്ഞിട്ട് നമുക്കത് ഞാൻ രണ്ടൊന്ന് ഇൻസ്ട്രക്ഷൻ പറയാം. സോ ഒരു പാട്ട് പാടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ത്രില്ല് വരട്ടെ, വെഡിങ്ങിന്റെ ഒരു ത്രില്ല് കാര്യം വരട്ടെ. അപ്പോൾ നമ്മൾ we are here to witness this celebration of the covenant of Christian marriage. അതായത് ദൈവം അനുഷ്ഠിച്ചിട്ടുള്ള ഈ വിവാഹത്തെ നമ്മൾ ആഘോഷിക്കാൻ പോവുകയാണ്. അതാണ് പാസ്റ്റർ നേരത്തെ പറഞ്ഞത്, ആഘോഷമാണ്. എല്ലാവരും ഒന്ന് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് മാസ്ക് ഇടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ചിരിക്കണം, ഒന്ന് പുഞ്ചിരിക്കണം. കാരണം ഇതിന് ആഘോഷമാണ്. നമ്മൾ ആരും ഞാൻ പലപ്പോഴും ഈ പറയുന്നൊരു കാര്യമുണ്ട്, ഈ കേരളത്തിലെ വിവാഹങ്ങൾ പലപ്പോഴും ആഘോഷം കുറവാണ്. എല്ലാം ഈ ശവസംസ്കാരത്തിന് പോകണ പോലെ എല്ലാവരും പോകുന്നത്. നമ്മളിവിടെ ശരിക്കും ആഘോഷിക്കാറുള്ളതാണ്. കാരണം ഇത് അവിടെയൊക്കെ ഈ പുറം രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ വിവാഹം ഉണ്ടല്ല, അവിടെ ഈ തുള്ളിക്കൊണ്ടല്ലേ നടക്കണം, ഡാൻസ് ചെയ്ത്. കാര്യം അവർക്ക് ഈ വിവാഹം എന്ന് പറയുന്നത് ഒരു മെറി മേക്കിംഗ് ആണ്. ഒരു ദിവസം സായിപ്പ് ഞങ്ങളോട് ചോദിച്ചത്, സായിപ്പോട് ഒരു കാര്യം, നിങ്ങൾ ഈ മലയാളികൾ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സന്തോഷമില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ പറയാൻ, നിങ്ങൾക്ക് ഒരിക്കലും ഒരു കാര്യം നിങ്ങൾ തുള്ളിച്ചാടുന്നതോ ഞങ്ങളൊക്കെ ആണെങ്കിൽ വാവ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഭയങ്കര അത് പ്രകടിപ്പിക്കുന്ന ആൾക്കാർ. നിങ്ങളൊന്നും ഒരു കാര്യം, നിങ്ങൾക്ക് 1 കോടി കിട്ടിയാൽ നിങ്ങൾക്ക് ലോട്ടറി കിട്ടിയാൽ നിങ്ങൾ ഇങ്ങനെ തന്നെ കാണിക്കുള്ളൂ എന്ന് ചോദിച്ചു, ഈ തല ഉരുക്കുള്ളൂ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ സംസ്കാരം അങ്ങനെ അതാണ്.
ഞങ്ങൾ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്ന ഇന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാം, സെലിബ്രേറ്റ് ഇൻ എ ഡിഫറെന്റ് വേ. ഈവൻ നമ്മൾ അതാണ് ഇടയ്ക്ക് ആരോന്നൊക്കെ ഹല്ലേലൂയ എന്നൊക്കെ പറയാനും നമ്മൾ അങ്ങോട്ടും ഉത്തേജിച്ച് ചെയ്യാൻ ദൈവം നമ്മളുടെ ആഗ്രഹം. ദൈവം നമ്മൾ വെച്ചിരിക്കുന്ന വികാര ജീവികളായി. അപ്പൊ വികാരങ്ങളൊക്കെ എന്ത് ചെയ്യണം? പ്രകടിപ്പിക്കണം. ആമേൻ. അപ്പൊ ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ വീണ്ടും ഞാനന്ന് നിങ്ങളെ ഓരോരുത്തരെ വെൽക്കം ചെയ്തുകൊണ്ട് ഞങ്ങളിന്ന് ഇത് ഞാൻ തന്നെ എന്നെല്ലാം പറയും. ഞാൻ ശരിക്കും ഒരു ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി മാത്രം ഉദ്ദേശിച്ചു. അതുകൊണ്ട് എന്നോട് പറഞ്ഞാൽ ഞാൻ തന്നെ വചനം ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, വചനം ഷെയർ ചെയ്യാൻ തോന്നുന്നു. ഞാൻ നിങ്ങളെ രണ്ടുപേരെയും കൊണ്ട് ഒരു രണ്ട് കാര്യം പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് വിളിക്കാം. ഒന്ന്, വിവാഹം എന്ന് പറയുന്നത് ഈ പുരുഷനും സ്ത്രീയുമായിട്ടുള്ള ഏറ്റവും അടുത്തൊരു ബന്ധം. ഇതിനേക്കാളും വേറെ അടുത്തൊരു ബന്ധമില്ല. സാധാരണ മക്കളും അമ്മയായിട്ടുള്ള ബന്ധമൊന്നും അല്ല, ഇതിനേക്കാളും അടുത്താണ് സ്ത്രീയും പുരുഷനുമായിട്ടുള്ള ബന്ധം. സാധാരണ രീതിയിൽ ഞങ്ങൾ സാധാരണ പലപ്പോഴും ഈ ചോദിക്കുമ്പോൾ ഒരു ചോദ്യമുണ്ട്, ഏറ്റവും അടുത്ത ബന്ധമാണ് കുഞ്ഞും അമ്മയായിട്ടുള്ള ബന്ധമാണ്. കുഞ്ഞും അമ്മയായിട്ടുള്ള ബന്ധത്തെക്കാളും ദൈവം ഒരു ക്ലോസ് റിലേഷൻഷിപ്പ്, അടുത്ത അല്ലെങ്കിൽ ഒരു ഇന്റിമസി വെച്ചിരിക്കുന്നത് ഒരു പുരുഷനും ഒരു സ്ത്രീയുമായിട്ടാണ്. മക്കളൊക്കെ അത് കഴിഞ്ഞിട്ടേ വരാൻ പാടുള്ളൂ. നമ്മുടെ ഈ ഒരു ബന്ധത്തിന് വേറെ ഒരു തടസ്സമോ ഒരു ബ്ലോക്കോ വരാൻ പാടില്ലെന്ന ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഇതിന് നിങ്ങളുടെ തമ്മിലുള്ള ബന്ധത്തിന്റെ നടുവില് പ്രത്യേകമായിട്ടൊരു സ്ഥാനം ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ദൈവമായിട്ടുള്ള ബന്ധത്തിലൂടെയാണ് നിങ്ങൾ പരസ്പരം നിങ്ങളുടെ ബന്ധം നിങ്ങൾ വളർത്തുവാൻ പോകുന്നത്. അപ്പോഴാണ് ആ ബന്ധം വളരുള്ളൂ. അതുകൊണ്ട് എനിക്ക് എന്ത് പറ്റുമെന്ന് അറിയാമോ? 50-50 ആയി തീരും. കുറെ കഴിയുമ്പോൾ ഞാൻ പാതി എന്ന് പറയും, നീ പാതി, ഞാൻ പാതി, കോംപ്രമൈസ്. 50% ഞാൻ കോംപ്രമൈസ് ചെയ്യും, 50% നീ കോംപ്രമൈസ് ചെയ്യും. അവസാനം കോംപ്രമൈസിന്റെ ഒരു കളിയായിരിക്കും. അവസാനം ഒന്നും നടക്കത്തുമില്ല. കാരണം അവസാനം എന്താണ്? കുറെ കണ്ണുനീരും ദുഃഖവും കുറെ ഫ്രസ്ട്രേഷൻസും ബാക്കിയുണ്ടാവും. എന്നാൽ ദൈവം നടുവിലുണ്ടെങ്കിൽ, ദൈവം നിങ്ങളുടെ നടുവിലുണ്ടെങ്കിൽ ഈ വിവാഹത്തെ വളർത്തേണ്ട ആവശ്യമുണ്ട്. ബിൽഡ് ഇറ്റ് അപ്പ്. ഏതൊരു ബിൽഡിങ്ങും കെട്ടിടം നമ്മൾ വെറുതെ ഓട്ടോമാറ്റിക്കായിട്ട് കെട്ടിടം പൊങ്ങുന്നില്ല. കെട്ടിടം മനഃപൂർവ്വമായിട്ട് അതിനെ വളർത്തി ഉയർത്തണം എന്ന് പറഞ്ഞതുപോലെ ഈ വിവാഹം അതുപോലെ തന്നെ. യു ഹാവ് ടു ബിൽഡ് ഇറ്റ് അപ്പ്. ഇത് പണിയാൻ വേണ്ടി നിങ്ങളുടെ ആ ക്രിസ്തുവിലുള്ള നിങ്ങളുടെ ബന്ധമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ്. സംസാരം മിണ്ടാതിരിക്കരുത്. പുരുഷന്മാർ സാധാരണ മിണ്ടാതിരിക്കും. ലോകത്തിലെ എല്ലാ പുരുഷന്മാരും അങ്ങനെയാണ്. ഹൂ കീ എന്നൊക്കെ പറയുള്ളൂ. അത് പത്രം വായിച്ചുകൊണ്ടിരുന്നു പറയും. ഒരു ഉത്തരം പറയാൻ ശരിക്കും സത്യമായി പറയണത് ലോകത്തിൽ എല്ലായിടത്തുള്ളതാണ്. അത് സ്ത്രീകളാണെങ്കിൽ അവര് ഒരു സ്ഥലത്ത് കല്യാണത്തിന് വേണ്ടി എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചപ്പോൾ സ്ത്രീ പറയും, അയ്യോ കാണുമായിരുന്നു, അതിന്റെ അരങ്ങായിരുന്നു, ഒക്കെ ചുവന്ന നിറത്തിലായിരുന്നു, മറ്റേ നെറ്റ് മുഖം മൂടിയിരുന്നു. ഇതെല്ലാം പറയുമ്പോൾ പുരുഷനോട് അതേ ചോദിക്കും, എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണം ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. ഇതാണ് പുരുഷൻ. അപ്പൊ മനസ്സിലായില്ലേ? ഒരു കളറുമില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. സ്ത്രീക്കാണെങ്കിൽ നല്ല കളറാണ്, അതെല്ലാം കളർഫുള്ളായിട്ട് മുഴുവൻ കളർ മൂവി പോലെ എല്ലാം പറഞ്ഞു തരും. സ്ത്രീയോ പുരുഷനോട് ചോദിക്കും പറഞ്ഞു തരും. സാധാരണ പോലെ തന്നെ ഉണ്ട് ഉണ്ടാ. അപ്പൊ ഇതാണ് ഒരു പുരുഷൻ. അപ്പൊ സ്ത്രീയാണ് സഹായിക്കേണ്ടത്. ദൈവം മനഃപൂർവ്വം സ്ത്രീക്ക് ഇത് കൊടുത്തിരിക്കുക. എന്തിനറിയാമോ? പുരുഷനെ സഹായിക്കാൻ. വർത്തമാനം പറയാൻ പുരുഷനെ ഒന്നിയാൾ സഹായിക്കണം. ഞാൻ പറഞ്ഞിരുന്നു വേണ്ടല്ലോ, സഹായിക്കണം. അതിൽ ഒന്നും ഉണ്ടില്ല. കാവ്യ മതി, ഈ ചായ മതി, ഇങ്ങനെ മാത്രം പറയുമ്പോഴല്ല, എന്തുകൊണ്ടാണ് ചായ എപ്പോഴും ചോദിക്കും. അപ്പൊ അതിന്റെ ഉത്തരം പുറത്തേക്ക് വരും. അപ്പൊ പറയും, ഞങ്ങൾ ചെറുപ്പം മുതൽ ചായ കുടിച്ച ശീലം, ഈ കാപ്പി കുടിച്ച എൻ്റെ അമ്മ എനിക്ക് കാപ്പി ഇങ്ങനെ കുരു പൊടിച്ചുണ്ടാക്കി തന്നതാണെന്ന് പറയും. അപ്പോഴേ അങ്ങനെ ഉത്തരം വരുള്ളൂ. അപ്പൊ ഞാനിത് നേരത്തെ പറഞ്ഞ വരുന്നതെന്താണ് അറിയാം, ഇതെല്ലാം അറിഞ്ഞിട്ട് വേണം വിവാഹത്തിൽ കയറി. ഫ്രസ്ട്രേഷൻ വരും. ഞാൻ കല്യാണം കഴിച്ചത് ആ തുടക്കത്തിൽ ഇതെല്ലാം സംസാരിച്ചു, ഇപ്പൊ ഒന്നും ഉണ്ടല്ലെന്ന് പറയും. മിണ്ടാൻ വേണ്ടിയാണ് സുചിത്രയെ ഇതിൻ്റെ അടുത്തേക്ക് ദൈവം അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യത്തെ കാര്യം. പിന്നെ ഇതിനകത്ത് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ഞാൻ പറഞ്ഞേണ്ട ആവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദൈവം നിങ്ങളെ ഇത് ആജീവനാന്തം ഇത് നിലനിൽക്കുന്നതാണെന്നുള്ള കാര്യം മനസ്സിലായില്ലേ? ഡി എന്നുള്ള വാക്യം നിങ്ങളുടെ ഇടയിൽ വരാൻ പോലും പാടില്ല. അങ്ങനത്തെ ഒരു വാക്യം പോലും ഇല്ല. ഇറ്റ്സ് എ ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ്. ഇതൊരു കമ്മിറ്റ്മെന്റ് ആണ്. നിങ്ങൾ രണ്ടുപേരും പറയുന്നത് കമ്മിറ്റ്മെന്റ് ആണ്. ചിലപ്പോൾ താഴെ റോക്ക് ബോട്ടം പോകും, ചിലപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, ചിലപ്പോൾ ചെറിയ സ്വരച്ചേർച്ച ഇല്ലായ്മയൊക്കെ വരും. ഇതെല്ലാം കർത്താവിന്റെ സന്നിധി ദൈവം അറിഞ്ഞിട്ടാണ് നമുക്ക് തന്നത് അല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ?
അപ്പോഴാണ് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത്. എന്നെ വിളിച്ചിരിക്കുന്നത് കൊടുക്കുവാൻ വേണ്ടിയാണ്, തട്ടിയെടുക്കാൻ വേണ്ടിയല്ല. അപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സ്നേഹിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പൊ ഇതെല്ലാം അറിഞ്ഞിട്ടാണ് നമ്മൾ അന്യോന്യം നമ്മൾ ബന്ധത്തിൽ ഏർപ്പെടുന്നത്. രണ്ടാമത്തെ കാര്യം ഞാൻ പറയുന്നത്, ഈ ബന്ധം ക്രിസ്തുവേശുള്ള ബന്ധമാണ്. ഈ ബന്ധം ഞാൻ നേരത്തെ പറഞ്ഞില്ല, നിങ്ങളുടെ നടുവാതാരമുള്ളത് ക്രിസ്തുവാണുള്ളത്. ക്രിസ്തുവിലുള്ള ബന്ധത്തില് നിങ്ങൾ ഇരുവരും എന്ത് ചെയ്യണം? ഇരുവരും ക്രിസ്തുവിലാണ് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യം, ഉടമ്പടി നിങ്ങൾ ക്രിസ്തുവുമായിട്ട് ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ഇവിടെ ഒന്ന് ചോദിക്കും നിങ്ങൾ പറയണം. ഓക്കെ? അങ്ങനെ ഇത് ആരെയാണ് ആദ്യം ഞാൻ വിളിക്കാൻ പോകണം? ഞാൻ ആദ്യം വിപിനെ വിളിക്കാം. വിപിനുള്ള നമുക്ക് വിപിന് എന്റെ ലെഫ്റ്റ് സൈഡിൽ വന്നിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ഓർഡർ തെറ്റിക്കണ്ട. ഇതിന് ലെഫ്റ്റ് സൈഡിൽ വെച്ചെന്നറിയാം. കറക്റ്റ്. സുചിത്ര ഇനി എപ്പോഴും വലതുഭാഗം. ഓക്കെ, താങ്ക് യു, നന്നായി. അപ്പൊ നമുക്ക് ഇങ്ങനെ ഫേസ് ചെയ്യാം. അപ്പൊ നല്ലത്. അപ്പൊ സുചിത്രയെ ആരാ കൊണ്ടുപോകാം? ഐ വാണ്ട് സുചിത്രാസ് ഫാദർ ടു ബ്രിങ് ദ റൈറ്റ്. സുചിത്രയുടെ ഫാദർ സുചിത്രയെ മുന്നോട്ട് കൊണ്ടുവരാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. പ്ലീസ് കരം പിടിച്ചു കൊടുക്കാം. ഇതെന്തിനാണറിയാം? ഞാൻ പറഞ്ഞുതരാം. ഇവിടെ കൊണ്ടുവരുമ്പോൾ ഞാൻ പറഞ്ഞത് എന്തിനാണ് ചെയ്തത്. ഇതൊരു വലിയ അർത്ഥമുള്ള കാര്യമാണ്. തട്ടാതെ കവറക്കാം. ഇനി എന്ത് ചെയ്യുന്നറിയാം? എന്ത് ചെയ്യണം? ഈ സുചിത്രയുടെ വലം കരം വിപിന്റെ കയ്യിലേക്ക് കൊടുക്കും. ഇത് എന്തിനാണുള്ള കാര്യം ഞാൻ പറഞ്ഞു തരണ്ട. ഇത്ര നാള് ഇതിൽ അധികാരത്തിന്റെ കൈമാറ്റമാണ്. ഇത്ര നാള് ആരായിരുന്നു അധികാരി? അപ്പനായിരുന്നു അധികാരി. ഇന്നു മുതൽ അധികാരത്തിന്റെ ഒരു ഷിഫ്റ്റ് അവിടെ കാണിക്കുകയാണ്. അതായത് ഇന്നു മുതൽ ഇനി അധികാരി വിപിനാണെന്നുള്ള കാര്യം കാണിക്കാൻ ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോകും. ഇത്രത്തോളം സുചിത്രയെ വളർത്തി വലുതാക്കി സൂക്ഷിച്ച് പൊന്നുപോലെ നോക്കിയതിന് ദൈവം അതിനുള്ള പ്രതിഫലം തരും. ദൈവം അതിനുള്ള ആ ഒരു നന്മ ബ്രദറിൽ കണ്ടിട്ടുണ്ട്. മുത്തുകുമാർ എന്ന ബ്രദറിൽ ദൈവം അത് കണ്ടിട്ടുണ്ട്. ഇവൻ അപ്പൊ ഇത് കൊടുക്കുമ്പോൾ ഇതിൽ വലിയൊരു മർമ്മമാണ് ഷിഫ്റ്റ് ഓഫ് അതോറിറ്റി. ഞാൻ പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ സന്നിധി ഞാൻ ഇരുവരെയും എഴുതിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ഈ ഒരു ഷിഫ്റ്റ് ഓഫ് അതോറിറ്റി, അധികാരത്തിന്റെ ഒരു കൈമാറ്റം, മുത്തുകുമാർ എന്ന സഹോദരനിൽ നിന്ന് വിപിൻ എന്ന ആ സഹോദരനിലേക്കുള്ള ഒരു കൈമാറ്റം. ഇനി വിപിനാണ് ഇനി എല്ലാ കാര്യങ്ങളിലും സുചിത്രയുടെ സകല ആവശ്യങ്ങൾക്കും ദൈവം കഴിഞ്ഞാൽ ദൈവത്തിലൂടെ നിറവേറ്റേണ്ടത് എന്നുള്ള ആ സ്ഥാനം ഇവിടെ എടുത്തിരിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുമ്പോൾ കർത്താവ് അതിനുള്ള കൃപയും ശക്തിയും അതിനുള്ള നൈപുണ്യങ്ങളും എല്ലാം ദൈവം വിപിനും കൊടുത്ത് കർത്താവ് ഒരു പിതാവ് ചെയ്തതുപോലെ അതിനപ്പുറം ചെയ്യുവാനുള്ള സകല ആ കഴിവുകളും ഞങ്ങൾ വിപിന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു. പോയി. അപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്തിരിക്കണം. ഓക്കെ. അപ്പൊ ഞാൻ ആദ്യം ചോദിക്കാൻ ഞാൻ ചോദിക്കപ്പെടുമ്പോൾ വിപിൻ കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചതാണോ? അതെ. സുചിത്ര കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വന്തം കർത്താവും നാഥനുമായിട്ട് സ്വീകരിച്ചതാണോ? അപ്പൊ എങ്ങനെയെങ്കിൽ ഇതെന്തിനാ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ദൈവമായിട്ട് ഉടമ്പടി ഉള്ളവർക്കാണ് കർത്താവിന്റെ ആ ബെനിഫിറ്റ്സ്, കർത്താവിന്റെ വചനത്തിൽ തന്നിരിക്കുന്ന ബെനിഫിറ്റ്സ് എല്ലാം ഉള്ളത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇരുവരെ നമുക്ക് ആ വിവാഹത്തിലേക്ക് നമ്മൾ ചേർക്കുവാൻ വേണ്ടി തടസ്സങ്ങളൊന്നുമില്ല. മനസ്സിലായത്? അപ്പോൾ നമുക്ക് ഒരു പാട്ട് നമുക്ക് പാടിയിട്ട് നമുക്ക് വിവാഹത്തിലേക്ക് നിങ്ങൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ കൂടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവായ യേശു ക്രിസ്തു കർത്താവിനെ സംയോജിപ്പിക്കുവാൻ പോകുന്നതിനായി സ്തോത്രം. ദൈവത്തിന്റെ ആ സന്നിധിയിൽ ഞങ്ങൾ ഇരുവരെ സമർപ്പിച്ച് കർത്താവെ ഇനിയുള്ള നാളുകളെല്ലാം കർത്താവിനെ വാഴ്ത്തി സ്തുതിച്ച് ഇരുവരും ദൈവത്തിന് വേണ്ടി പരസ്പരം
സ്വയം ത്യജിച്ച്, പലതും ത്യജിച്ച്, അവരുടെ സ്വന്തമായിട്ടുള്ള പല കാര്യങ്ങളും മാറ്റിവെച്ച് കർത്താവെ അന്യോന്യം ആ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് അന്യോന്യം മാനിക്കുവാനുള്ള ആ ഒരു തലത്തിലേക്ക് ഇരുവരെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഞങ്ങൾ താഴ്ത്തുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പായിട്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പനെയും അമ്മയും മറ്റു എല്ലാ ബന്ധങ്ങളെയും വിട്ട് നിങ്ങൾ ഇരുവരും ക്രിസ്തുവിൽ അന്യോന്യം പരസ്പരം സ്വീകരിപ്പാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു വ്യവസ്ഥയും വെക്കാതെ നിങ്ങൾ പരസ്പരം സ്വീകരിച്ചിരിക്കുന്നു. നിങ്ങൾ ഇരുവരും പരസ്പരം പറ്റിച്ചേർന്ന് ഒന്നാകുവാനും ജീവിതത്തിൽ വരാവുന്ന ഏത് സാഹചര്യത്തിലും പങ്കാളിയെ തള്ളിക്കളയാതെ രണ്ടുപേരും വിശ്വസ്തത പുലർത്തുവാനും സ്നേഹിക്കുവാനും നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. എങ്കിൽ ആദ്യം വരനോട് കണ്ണിലേക്ക് നോക്കുക. വിപിൻ എന്ന ഞാൻ സുചിത്ര എന്ന നിന്നെ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ നിയമപ്രകാരവും എന്റെ ഭാര്യയായി സ്വീകരിച്ചിരിക്കുന്നു. ഇന്നു മുതൽ മരണം നമ്മെ വേർപിരിക്കും വരെ ഞങ്ങൾക്കുണ്ടാകുവാൻ പോകുന്ന സന്തോഷത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലും ജീവിതത്തിൽ വരാവുന്ന മറ്റു ഏത് സാഹചര്യത്തിലും നിന്നോട് പറ്റിച്ചേർന്ന് നിന്നെ സ്നേഹിച്ച് പരിപാലിച്ചു കൊള്ളാമെന്ന് ദൈവം മുൻപാകെയും ഇവിടെ സന്നിധരായിരിക്കുന്ന സാക്ഷികളുടെ മുൻപാകെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. കണ്ണിലേക്ക് നോക്കുന്നത് ഇനി മുതൽ നിങ്ങളുടെ സംസാരമല്ല, കണ്ണിൽ നോക്കിയിട്ടാണ്. താഴത്തേക്ക് നോക്കി. സുചിത്ര എന്ന ഞാൻ വിപിൻ എന്ന അങ്ങയെ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലും ഇന്ത്യയുടെ നിയമപ്രകാരവും എന്റെ ഭർത്താവായി
സ്വീകരിച്ചിരിക്കുന്നു. ഇന്ന് മുതൽ നമ്മെ മരണം വേർപിരിക്കും വരെ ഞങ്ങൾക്കുണ്ടാകുവാൻ പോകുന്ന സന്തോഷത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലും ജീവിതത്തിൽ വരാവുന്ന മറ്റു ഏത് സാഹചര്യത്തിലും അങ്ങയോട് പറ്റിച്ചേർന്ന് അങ്ങയെ സ്നേഹിച്ച് അങ്ങേക്ക് കീഴ്പ്പെട്ട് കൊള്ളാമെന്ന് ദൈവം മുൻപാകെയും ഇവിടെ സന്നിധരായിരിക്കുന്ന സാക്ഷികളുടെ മുൻപാകെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. യേശുക്രിസ്തുവിന്റെ പ്രതിനിധി എന്ന ഞാൻ ദൈവം മുൻപാകെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിങ്ങൾ ഇരുവരും പരസ്പരം കൈമാറിയ ഉടമ്പടി പ്രകാരം ഇന്നു മുതൽ ഒന്നാകുന്നു എന്നുള്ള കാര്യം സഭ മുൻപാകെ പ്രസ്താവിക്കുന്നു. നിങ്ങൾ ഇനി മുതൽ രണ്ടല്ല മറിച്ച് ഒന്നായിരിക്കുന്നു. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർതിരിക്കാതിരിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ദൈവത്തിന്റെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിച്ച് നിങ്ങളോട് കൃപാലുവാകട്ടെ. ദൈവത്തിന്റെ സമാധാനം നിങ്ങളോടും നിങ്ങൾക്ക് നൽകുവാൻ പോകുന്ന മക്കളോടും കൂടി ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ. So God bless this union. കർത്താവ് ഈ ഒരു ബന്ധത്തെ അനുഗ്രഹിച്ച് ദൈവ സാന്നിധ്യം ഇന്നും എന്നേക്കും നിങ്ങളുടെ കൂടെ വിട്ടുമാറാതെ ഉണ്ടാകുമാറാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
പരസ്പരം മോതിരം കൈമാറുകയാണ്. മോതിരം കൈമാറുന്നതിന് ആത്മീയമായിട്ട് അർത്ഥമില്ലെങ്കിലും നിങ്ങൾ എടുത്ത ഉടമ്പടിയുടെ അടയാളമായിട്ടാണ് നമ്മൾ കൈമാറുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും ഉടമ്പടിക്ക് എന്തിനും അടയാളം, ഈ മാർക്കുന്ന പോലെ പറയുന്ന ഒരു ചെറിയൊരു അടയാളമാണ്. ഈ അടയാളം ഇത് ധരിക്കുമ്പോഴെല്ലാം അറിയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഒരാളുടേതാണ്, ഐ ബിലോങ് ടു അനദർ പേഴ്സൺ. ഓക്കെ, ഇപ്പോൾ വിപിൻ ആദ്യം സുചിത്രയുടെ കയ്യിൽ കൈ മോതിരം കൈ സംസാരിക്കുന്നത് വിപിൻ എന്ന ഞാൻ സുചിത്ര എന്നതിന്റെ ഈ മോതിരം ഉടമ്പടിയുടെ നമ്മളെടുത്ത ഈ ഉടമ്പടിയുടെ അടയാളമായി അണിയിക്കുന്നു. പ്രാർത്ഥനയുണ്ട്. നമ്മളെല്ലാവരും കരം നീട്ടിയിട്ട് ദാസന്മാരെല്ലാം ദയവായി വേദിയിലേക്ക് കടന്നു വരിക. കടന്നു വന്നിരിക്കുന്ന നാം എല്ലാവരും ഇവരുടെ നേരെ കരങ്ങളെ നീങ്ങുന്നു. ഈ സമയത്ത് കർത്താവിന്റെ ദാസൻ പാലക്കാട് ന്യൂലി ഫെലോഷിപ്പ് ചർച്ചിൽ പാസ്സായിരിക്കുന്ന പാസ്റ്റർ രമേശ് വർമ്മ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സാന്നിധ്യം ഇവിടെ ഉള്ളതിനാൽ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. വിപിനെയും സുചിത്രയും ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോർഡ്, വിവാഹ ഉടമ്പടിയിലൂടെ അവർ ജീവിതത്തിലേക്ക് കടന്നു, അതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവേ, അങ്ങ് ഇമ്മാനുവൽ, അങ്ങ് കൂടെ ഉള്ളതിനാൽ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ സമയം ഞങ്ങൾ സഭയായി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അബ്രഹാമിന്റെ സകലവിധ അനുഗ്രഹങ്ങളും ക്രിസ്തു യേശുവിൽ അവൻ നിറഞ്ഞതുകൊണ്ട് കർത്താവ് അങ്ങ് മുന്നമേ കണ്ടു. ഇസ്രായേലിന്റെ കൂടാരം എത്ര മനോഹരമാണ്. ലോർഡ്, അവരുടെ ജീവിതം അങ്ങ് മനോഹരമാക്കി മാറ്റുന്നതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. കാരണം അങ്ങ് പ്രവർത്തിക്കുന്നതെല്ലാം നന്മയ്ക്കാണ്. അങ്ങ് എല്ലാം മനോഹരമായി ചെയ്യുന്ന ദൈവമാകയാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷങ്ങൾ നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട് എന്ന് അങ്ങയുടെ വചനത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ലോർഡ്, ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷങ്ങൾ അവരുടെ കുടുംബജീവിതത്തിൽ ഉള്ളതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. ലോർഡ്, ഞങ്ങൾ അനുഗ്രഹിച്ചു ഇരുവരും പരസ്പരം അനുഗ്രഹമായി തീരും. ഇരുവരും അവരുടെ കുടുംബത്തിന് അനുഗ്രഹമായി തീരും. കുടുംബാംഗങ്ങൾക്ക് ഒരു അനുഗ്രഹമാകട്ടെ, സഭയ്ക്ക് ഒരു അനുഗ്രഹമാകട്ടെ, രാജ്യത്തിന് ഒരു അനുഗ്രഹമാകട്ടെ, രാജ്യങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. ലോർഡ്, അവർ എവിടെയെല്ലാം പോകുന്നു അവർ ഒരു അനുഗ്രഹമായി തീരട്ടെ. അങ്ങനെ അങ്ങ് ചെയ്ത കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, സകല സത്യത്തിലും വഴി നടത്തുക അങ്ങ് കൂടെയുള്ളതിനാൽ അങ്ങ് വലിയ കാര്യങ്ങൾ ചെയ്തതാണ് യേശു നാമത്തിൽ തന്നെ.
ജോസഫ് എന്ന ഈ യുവാവും സുചിത്ര എന്ന ഈ യുവതിയും തമ്മിൽ ദൈവത്തിന്റെ വചനപ്രകാരവും ഭാരതത്തിലെ നിയമപ്രകാരം വിശുദ്ധ വിവാഹത്തിലൂടെ ഒരുമിച്ച് ഇന്നു മുതൽ ഇവർ ഭാര്യ ഭർത്താക്കന്മാരായി തീർന്നിരിക്കുന്ന വിവരം പൊതുസഭയെ അറിയിക്കുന്നു. എല്ലാവരും ആമേൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കരകൾ ഓരോ പ്രിയപ്പെട്ടവരും മുമ്പോട്ട് കടന്നു വരണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു.
ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്. വിവാഹിതരായ നവദമ്പതികൾ അവരുടെ ജീവിതത്തിൽ ആദ്യമായി ഒരുമിച്ച് അവര് മധുരം മുറിച്ച് പങ്കുവയ്ക്കുകയാണ്. ഇങ്ങോട്ട് മാറി ഇതിലെ
ഇന്ന് വളരെ ചുരുക്കം ആളുകളെ നമ്മൾ കൂടിയിട്ടുള്ളൂ. നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം എല്ലാം കൊണ്ടും ബുദ്ധിമുട്ട് കൊണ്ടും ഒക്കെ നമുക്ക് വളരെ ചുരുക്കം പേർക്കെ കൂടാൻ പറ്റിയുള്ളൂ. എങ്കിലും കർത്താവ് ഏറ്റവും മനോഹരമായി ഈ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹിച്ചതിനെ ഓർത്ത് കർത്താവിനെ ആദ്യം തന്നെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രണ്ടാമത് വന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയാണ്. പ്രത്യേകിച്ച് സുജിയുടെ വീട്ടുകാരെ ഇത്രയും ദൂരം ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോഴും ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ വരെ എത്തിയതിന് ഞാൻ അവരോട് നന്ദി പറയുന്നു. ദൈവം അവരെ സഹായിച്ചു. അവരുടെ ആൾക്കാർക്കൊന്നും വരാൻ പറ്റിയില്ല, അതിന് ഇച്ചിരി വിഷമമുണ്ട്. നമ്മുടെ ആൾക്കാർക്കും ഒത്തിരി പേർക്ക് വരാൻ പറ്റിയില്ല, ഒത്തിരി വിഷമമുണ്ട്. എന്നാലും നമ്മള് ഈ സമയത്ത് നമ്മളിങ്ങനെ തന്നെ നടത്തുവാൻ ദൈവം സഹായിച്ചതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുകയാണ്. ഈ സമയം ഏറ്റവും കൂടുതൽ ഇങ്ങനെയൊരു സമയം ആഗ്രഹിച്ച ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി ഇന്ന് നമുക്കില്ല. അതിന്റെ ഒരു വലിയൊരു സങ്കടവും നമുക്കുണ്ട്. പക്ഷെ ഒരു സന്തോഷം അതിനകത്തുണ്ട്. സുജീനെ കണ്ടിട്ടാണ് പപ്പ പോയത്, അല്ലെങ്കിൽ പപ്പ ഞങ്ങളെല്ലാരും കൂടെ ചേർന്ന് ഫിക്സ് ചെയ്ത ആ വിവാഹം തന്നെയാണ് നടന്നത് എന്ന് ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമുണ്ട്. ആ സങ്കടത്തിന്റെ നടുവിലും ഇത്രയും പേർക്ക് കൂടി വരുവാൻ സാധിച്ചതിനെ ഓർത്ത് ഒരിക്കൽ കൂടെ വന്നവരെ എല്ലാവരെയും ഞാൻ നന്ദി പറയുകയാണ്. മറ്റുള്ളവരെയൊന്നും മറന്നുപോയിട്ടൊന്നുമല്ല. നമുക്ക് ആ സാഹചര്യം ഇതായതുകൊണ്ടുള്ളൊരു സന്ദർഭമൊക്കെ ഇതായതുകൊണ്ടുള്ളതാണ്. അതാണ് നമ്മുടെ ഒരു ബുദ്ധിമുട്ട്. പക്ഷേ വന്ന എല്ലാവരും, വന്നു ചേർന്ന എല്ലാവരോടുള്ള നന്ദി ഞാൻ ഈ സമയം ഞാൻ അറിയിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിന്റെ പേരിൽ ഞാൻ അറിയിക്കുകയാണ്. ഒത്തിരി സന്തോഷം. എല്ലാവരും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുക കൂടെ ചെയ്യുന്നു. നന്ദി. താങ്ക് യു. നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ സ്ഥാനങ്ങളിൽ എഴുന്നേൽക്കാൻ പ്രാർത്ഥിച്ച് ആശീർവാദത്തോടെ ഇവിടുത്തെ വിവാഹ ശുശ്രൂഷകൾ നാം അവസാനിപ്പിക്കും. സുഖിപിതാവേ, ഞങ്ങൾ ഒരിക്കൽ കൂടെ ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായിട്ട് നന്ദി പറയുന്നു. ഇന്ന് വിവാഹിതരായ വിപിനായും സുജിത്രയ്ക്കായും അവരിപ്പോൾ കടക്കുന്ന അവരുടെ പുതിയ ദാമ്പത്യ ജീവിതത്തിനായും കടന്നു വന്നിരിക്കുന്ന ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് കരങ്ങളെ നീട്ടി കാനാവിലെ കല്യാണ നാളിനെ അവിടുന്ന് അനുഗ്രഹിച്ചതുപോലെ, കർത്താവെ അവിടുന്ന് ഇസ്ഹാക്കിന്റെ റെബേക്കയുടെ വിവാഹത്തെ അനുഗ്രഹിച്ചതുപോലെ ഈ കുഞ്ഞുങ്ങളുടെ വിവാഹത്തെ അനുഗ്രഹിക്കേണ്ടതിന് കടന്നു വന്നിരിക്കുന്ന ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ കൃഷിഫലവും ഗർഭഫലവും വരുമാനങ്ങളും അവരുടെ ആത്മീയവും ഭൗതികമായ ജീവിതവുമെല്ലാം അനുഗ്രഹിക്കപ്പെടേണ്ടതിന് ഞങ്ങൾ ഇവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്നു മുതലുള്ള ഇവരുടെ ജീവിതം മാതൃകയോടുകൂടി ദൈവസാന്നിധ്യം നിറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായി മാറട്ടെ. ഇവരുടെ കലവറകളെല്ലാം ഇപ്പോഴും നിറഞ്ഞിരിക്കട്ടെ. ഇവരുടെ ജീവിതം ആത്മീയമായും ഭൗതികമായും കവിഞ്ഞൊഴുകുന്ന ജീവിതമാകട്ടെ. രണ്ട് കുടുംബങ്ങൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, ഈ വിവാഹത്തിലൂടെ രണ്ട് കുടുംബങ്ങളും ആത്മീയമായി മുന്നേറുവാനും അവരുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കുവാനും കർത്താവ് പദ്ധതി ഒരുക്കിയിരിക്കാൻ നന്ദി. കടന്നു വന്ന ഓരോ വ്യക്തികൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തത് ഓരോരുത്തരുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുന്നതിനായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുന്നു. ഇത്രത്തോളം അവിടുന്ന് ഞങ്ങളെ സഹായിച്ചതായി നന്ദി. എല്ലാ മഹത്വവും കുറിച്ച് ഞങ്ങൾ അങ്ങേ കൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗ സഹവാസവും നാം എല്ലാവരോടും, പ്രത്യേകിച്ച് ഇന്ന് വിവാഹിതരായ വിപിനോടും സുജിത്രയോടും കൂടെ ഇന്ന് ഉദയിക്കും ഉണ്ടാകുമാറാകട്ടെ. യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തെ സ്തോത്രം ചെയ്യാം. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. മോളിൽ ടെറസിലാണ് ഇതിനു ശേഷമുള്ള ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത്. അതിലേക്ക് കടന്നു വരുന്നതിനായി എല്ലാവരെയും
ക്ഷണിക്കുന്നു. അതിനുവേണ്ടി കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, മുകളിൽ ഒരുക്കിയിരിക്കുന്ന ഭക്ഷണത്തിനായി സ്തോത്രം. കർത്താവ് അതിനെ കരങ്ങൾ നീട്ടി അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി. അതെല്ലാവർക്കും ആരോഗ്യത്തിലും ബലത്തിന് കാരണമായി തീരുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇനിയുള്ള പ്രധാനപ്പെട്ട കാര്യം, കടന്നു വന്ന ദൈവദാസന്മാരെല്ലാവരോട് ചേർന്നിട്ടുള്ള നവദമ്പതികളോട് ചേർന്നുള്ള ഒരു ഫോട്ടോയാണ്. അതിനുശേഷം കുടുംബാംഗങ്ങൾക്ക് കടന്നു വന്നിരിക്കുന്നവർക്ക് ഫോട്ടോ എടുക്കും.
ചിരിച്ചിട്ടാ ആ ഓക്കെ